അങ്ങനെ പൊരിഞ്ഞതൊക്കെ മടക്കി എടുത്ത് വെക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇങ്ങോട്ട് അത്ര തിരിഞ്ഞിട്ട് പോകണമെന്നുള്ളത്, വേറെ ഇങ്ങോട്ടും അല്ല, എൻ്റെ വീട്ടിലേക്കാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ആവേശം. ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് പോകാമെന്ന് പറയാണ്ടല്ലോ, എൻ്റെ കുഞ്ഞുതിലും ഹാപ്പിനെസ് തരുന്ന വേറൊരു സംഭവം ഇല്ലാണ്ട് ഏർക്കണം. വീടൊക്കെ സ്വർഗ്ഗമായിട്ട് മാറി. നിങ്ങൾ വിചാരിക്കും ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന്. അല്ല, എൻ്റെ PG ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 കൊല്ലം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് തന്നെ പഠിച്ചത്. അപ്പോഴൊന്നും ഇല്ലാത്തൊരു ഹോം സിക്നെസ് ആയിരുന്നു എനിക്ക് ആദ്യമായിട്ട് ഞാൻ കൊല്ലത്ത് ജോലിക്ക് കയറിയപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ദൂരം കൂടിയതുകൊണ്ടും പിന്നെ ഇടയ്ക്കൊക്കെയല്ലേ പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ തൃശ്ശൂരാണ് വർക്ക് ചെയ്യണേ. എനിക്ക് ആഴ്ചയിൽ എൻ്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ടും എനിക്കൊരു ഹോം സിക്നെസ് ഉണ്ട്. അതെന്താ അങ്ങനെയെന്ന് ഞാനൊന്ന് ഇരുത്തി ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് വീട്ടിൽ നിന്ന് മാറി നിൽക്കണതിൻ്റെ പ്രശ്നമല്ല, പണിയെടുക്കണതിൻ്റെ പ്രശ്നമാണെന്ന്. പണിയെടുക്കണതുകൊണ്ടുള്ളൊരു ഹോം സിക്നെസ് ആണ് എന്നുള്ളത്. എന്തായാലും ആഴ്ചയിൽ വീട്ടിലേക്ക് പോകാൻ പറ്റുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷറിയാണ്. അങ്ങനെ ചടപടയുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി. എന്നിട്ട് ഞാൻ പട്ടാമ്പി എത്തിയപ്പോണ്ട് തന്നെ ഡബിൾ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവിടെ വേറൊരാൾ നിൽക്കുന്നു. ആരാ? അമ്മായി. അങ്ങനെ ഞാനും അമ്മായിയും കൂടിയും പാനിപ്പൂരി മസാലപ്പൂരിയൊക്കെ കഴിച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ ചെർപ്പളശ്ശേരി എത്തി. അങ്ങനെ നമ്മുടെ കടയിൽ കയറി അമ്മേനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് പോസ്റ്റായി ഇരുന്നു. പിന്നെ വീട്ടിലേക്ക് പോകാൻ നേരത്ത് ഐസ്ക്രീം വാങ്ങിച്ചു. വീണ്ടും സന്തോഷത്തിൻ്റെ ഒരു പെരുമഴയായിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഐസ്ക്രീമൊക്കെ കഴിച്ച് ഐസ്ക്രീം വീട്ടിലേക്കും വാങ്ങിച്ച് ഞാൻ വീട്ടിലെത്തി ചടപടേന്ന് കുളിച്ച് സെറ്റായി എൻ്റെ റൂമിൽ കിടന്നുറങ്ങി. അയ്യോ അടിപൊളി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.